അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഇന്ന് ഖബർ സിയാറത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഖബർ സിയാറത്ത് ചെയ്യൽ എല്ലാ മുസ്ലിമീങ്ങൾക്കും എല്ലാ സമയത്തും എപ്പോഴും ഉത്തമമായ കാര്യമാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം അതല്ലെങ്കിൽ വ്യാഴാഴ്ച അസർ മുതൽ ശനിയാഴ്ച സൂര്യോദയം വരെയുള്ള സമയം, അഥവാ വെള്ളിയാഴ്ചയുടെ പകലും രാവും അതുപോലെ വെള്ളി ദിവസം കഴിഞ്ഞതിന് ശേഷം ആ ഒരു സുബ്ഹി വരെയും അഥവാ ശനിയാഴ്ച സൂര്യോദയം വരെയും ഈ ഒരു ഖബർ സിയാറത്ത് ഏറ്റവും കൂടുതൽ ഉത്തമമായ കാര്യമാണ്. അതിനുള്ള കാരണം എന്തെന്നാൽ, നമ്മൾ ഒരാൾ മരണത്തോടു കൂടി ഒരാളുടെ ശരീരത്തിൽ നിന്നും റൂഹ് ഉണ്ടെങ്കിലും ആ റൂഹിന് ഖബറിൽ കിടക്കുന്ന മയ്യത്തുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് വെള്ളിയാഴ്ച രാവും പകലും അടങ്ങുന്ന ഈ ഒരു സമയം അതിശക്തമായ ബന്ധമാണ് റൂഹും മയ്യത്തും തമ്മിൽ ഉള്ളത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആളുകൾ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസമൊക്കെ ഖബർ സിയാറത്ത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇനി ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുന്ന ഒരാൾ എങ്ങനെയാണ് ഖബർ സിയാറത്ത് ചെയ്യേണ്ടത്? ഏറ്റവും അഫ്ളലായിട്ടുള്ളത്, ആദ്യമായിട്ട് ഖബറിലേക്ക് അല്ലെങ്കിൽ ഖബർസ്ഥാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് എല്ലാവരോടും കൂടെയായിട്ട് ആദ്യമായി സലാം പറയുക. അസ്സലാമു അലൈക്കും യാ ദാർ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്നുള്ള ഈ ഒരു സലാം ആണ് ഏറ്റവും പരിപൂർണമായിട്ടുള്ള സലാം പറയൽ. പിന്നെ നമ്മൾ ആരിലേക്കാണോ സിയാറത്ത് ചെയ്യാൻ പോകുന്നതെങ്കിൽ അവരോട് പ്രത്യേകമായിട്ട് ഖിബ്ലക്ക് മുന്നിട്ട് നിൽക്കുന്നതിനേക്കാൾ അവരുടെ മുഖത്തേക്ക് തിരിഞ്ഞു നിന്നിട്ടാണ് സലാം പറയേണ്ടത്. നമ്മുടെ ബാപ്പയാണെങ്കിൽ അസ്സലാമു അലൈക്കും യാ അബി, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും യാ ഉമ്മി, അങ്ങനെ തുടങ്ങി അവരോടായിട്ട് പ്രത്യേകമായിട്ട് അതുപോലെ 3 പ്രാവശ്യം പറയൽ പ്രത്യേകം സുന്നത്തുണ്ട്. സലാം പറയുന്നത് അത് നമ്മൾ മരിച്ചയാളെ കാണാൻ ചെല്ലുമ്പോൾ ഖബറടക്കുന്നതിന് മുമ്പാണെങ്കിലും സലാം പറയൽ സുന്നത്തായ കാര്യമാണ്. അതും 3 പ്രാവശ്യം പറയൽ പ്രത്യേകം സുന്നത്താക്കപ്പെട്ടതാണ്. പിന്നീട് പറയാനുള്ളത്, അവർക്ക് വേണ്ടിയിട്ട് മഗ്ഫിറത്തിനും റഹ്മത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ ഖുർആനിൽ നിന്ന് നമുക്ക് ഓതാൻ എളുപ്പമുള്ള സൂറത്തിനെ ഓതുക. അത് ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി പോലെയുള്ള സൂറത്തുകളാണെങ്കിലും യാസീൻ, തബാറക ഇവയൊക്കെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സൂറത്തുകൾ. ഇവ നമുക്ക് ഓതുക. അതുപോലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഖിബ്ലക്ക് മുന്നിടുക. മറ്റുള്ള അവരോട് സലാം പറയുന്ന സമയത്തും ഓതുന്ന സമയത്തുമെല്ലാം നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള അവരുടെ ഖബറിൽ കിടക്കുന്ന മയ്യത്തിൻ്റെ മുഖത്തേക്ക് തിരിഞ്ഞിട്ടാണ് ഏറ്റവും നല്ലത്. അതുപോലെയുള്ള കാര്യങ്ങളാണ് ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. മാത്രവുമല്ല, പ്രത്യേകമായിട്ട് പറയാനുള്ളത്, മാതാപിതാക്കളുടെ അല്ലെങ്കിൽ അവരിൽ ഒരാളുടെയെങ്കിലും ഖബർ സിയാറത്ത് ചെയ്യുക. അതും വെള്ളിയാഴ്ച ദിവസം സിയാറത്ത് ചെയ്യുന്നതിന് കൂടുതൽ പുണ്യമുണ്ട്. ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്നാണ് ഫുഖഹാക്കൾ ഹദീസുകളിൽ വന്നതായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവയൊക്കെ നമ്മൾ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഖബർ സിയാറത്ത് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ മരണത്തെ ഓർമ്മിപ്പിക്കാൻ നമുക്ക് ഏറ്റവും നല്ലതാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖബർ സിയാറത്ത് ചെയ്യുന്നത് ഏറ്റവും പുണ്യമാക്കപ്പെട്ട കാര്യമാണ്. നമ്മുടെ എല്ലാവരുടെയും മരണം അല്ലാഹു തആല ഈ പാപികളുടെ മരണമെല്ലാം ആഖിബത്ത് നന്നാക്കി ഈമാനോടുകൂടെയുള്ളതാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.